ടീം കോർഡിനേറ്ററിൽ നിന്ന് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്ററിലേക്ക് മാറി, ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒരുപാട് ജില്ലകളിലേക്ക് മാറി. ഏതാ സാറേ ആ റാങ്ക്? സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററായി മാറി അല്ലേ? ഒരുപാട് ജില്ലകളിലേക്ക് പോയപ്പോ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ടീമിനെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററായി മാറി. നല്ലൊരു കൈയടി കൊടുക്കണം. നമ്മളുടെ കണ്ട ബ്രോൺസ് അദ്ദേഹം ആയത് തന്നെയാണ്. അതിനുശേഷം അദ്ദേഹം സിൽവറായി 25,000 ടീം മാച്ച് ചെയ്ത് സിൽവറായി. ഇന്ന് ഇരിക്കുന്ന ആളുകൾ സിൽവറായിട്ടുള്ള ആളുകൾ ആലോചിക്കുക. ഷമീർ സാറും ഇതേ കസറിൽ ഇതേപോലെ ഇരുന്ന ആളാണ്. സിൽവർ റാങ്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റാർ റാങ്കിലേക്ക് കയറി 50,000 ടീം മാച്ച് ചെയ്തു. സ്റ്റാറുകാരുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇരുന്ന അതേ കസറിന് മുമ്പ് ഇരുന്ന ആളാണ്. അത് കഴിഞ്ഞ് റൂബി റാങ്കിൽ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇരിക്കുന്ന കസരയിൽ ഷമീർ സാർ ഇരുന്ന ആളാണ്. കോർഡിനേറ്ററിൽ ഇരുന്നവരാണ്. അത് കഴിഞ്ഞ് ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ പദവിയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് വന്നു. ഏരിയ ടീം കോർഡിനേറ്ററിലേക്ക് വന്നു. ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്ററിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ZTC സോണൽ ടീം കോർഡിനേറ്ററിലേക്ക് വന്നു. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററിലേക്ക് വന്നു. അതും കഴിഞ്ഞ് 1 കോടി ബിസിനസ് വോളിയം മാനേജ് ചെയ്തുകൊണ്ട് റാങ്കിലേക്ക് എത്തിച്ചേർന്ന ആ വ്യക്തി ഇനി അപ്കമിംഗ് നാഷണൽ ടീം കോർഡിനേറ്ററിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് ഞാനൊരു മിനിറ്റിൽ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കാണാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും സമ്മതമാണോ? ആ വീഡിയോ കാണാം. നമുക്ക് കാണാം. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. ചെറിയ നിമിഷങ്ങൾ കൂടി നമുക്ക് കാണാൻ പറ്റി. ഇനി അദ്ദേഹത്തിന്റെ മുന്നിൽ കേൾക്കട്ടെ? കേൾക്കണം. എന്താണ് വിഷയം? അദ്ദേഹത്തിന്റെ മുന്നിൽ കേൾക്കട്ടെ? അറിയണ്ടേ? DTC award leaders, please come on the stage. On DTC, അദ്ദേഹം recognize ചെയ്തിട്ട് അദ്ദേഹം മൈക്ക് കൊടുത്താൽ മതി.